വോട്ടെണ്ണലിന് വേണ്ടി ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ വീണ്ടും അതിന്റെ വിലയിരുത്തലുകളിലേക്ക് തന്നെയാണ്, ജയപരാജയങ്ങളുടെ വിലയിരുത്തലുകളിലേക്ക് തന്നെയാണ്, എക്സിറ്റ് പോൾ ഫലസൂചനകൾ നൽകുന്ന പ്രതീക്ഷകളിലേക്ക് തന്നെയാണ് വീണ്ടും എത്തിച്ചേരുന്നത്. സംസ്ഥാനത്ത് BJPക്ക് വലിയ വിജയപ്രതീക്ഷയാണ് ഇത്തവണയുള്ളത്. വിവിധ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് 1 മുതൽ 3 സീറ്റുകൾ വരെ BJP വിജയിക്കും എന്നുമാണ്. പ്രധാനമായും പ്രവചനങ്ങൾ നിറയും നമുക്കറിയാം തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങൽ മണ്ഡലങ്ങളുമാണ്. എസ് ശാലിനിയും പ്രശാന്ത് ശങ്കരമംഗലത്തും M മനോജും ചേരുന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, നമ്മൾ പറഞ്ഞ പോലെയാണ് ദേശവ്യാപകമായി താമര വിരിയും. സംസ്ഥാനത്ത് നമുക്ക് ഒരുപക്ഷെ അക്കൗണ്ട് തുറക്കുമെന്നതിൽ ഉപരി താമര വിരിയും എന്ന് പറയുന്നതാണ് ഒരു ഭംഗിയും ഒരു പോസിറ്റിവിറ്റിയൊക്കെ എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. കാരണം അദ്ദേഹം മുന്നോട്ട് വച്ചത് വെറും വാഗ്ദാനങ്ങൾ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലസൂചനകൾ നൽകുന്നത് നമുക്ക് വലിയൊരു അത്ഭുതങ്ങൾ ഒന്നുമല്ല എന്നുള്ളതും എങ്ങനെ വിലയിരുത്താം നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു വിജയപ്രതീക്ഷയെ BJPയുടെ NDAയുടെ? ആദ്യം തന്നെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായൊരു ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപക്ഷെ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ 3 ടേമുകളിൽ ശശി തരൂർ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു മത്സരം അല്ല ഇക്കുറി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻപൊക്കെ സാധാരണഗതിയിൽ ഒരു മത്സരം നടക്കുമ്പോൾ തന്നെ ഒരു മുൻതൂക്കം ശശി തരൂരിന് ആദ്യം മുതൽ തന്നെ ഉണ്ടാകും. ആ ഒരു മേൽക്കോയ്മ തന്നെയാണ് കഴിഞ്ഞ 3 വർഷങ്ങളും സിറ്റിംഗ് MP ആയി തുടരാൻ ശശി തരൂരിന് ആകുകയും ചെയ്തത്. പക്ഷേ മാർച്ച് 4-ാം തീയതി തിരുവനന്തപുരത്തേക്ക് ഒരു സ്ഥാനാർത്ഥി NDAയുടെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഈ കണ്ട തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വെല്ലുവിളിയുള്ള തെരഞ്ഞെടുപ്പായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടെ ഒരു ശക്തമായ മത്സരം പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തിരുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചാണ്. അന്നൊക്കെ പറഞ്ഞത് അവിടെ ചിത്രത്തിൽ പോലും LDF ഇല്ല എന്നുള്ളതാണ്. ശക്തമായൊരു മത്സരം നടക്കുന്നത് കോൺഗ്രസും NDAയും തമ്മിലാണ്, അല്ലെങ്കിൽ BJPയും തമ്മിലാണ് എന്നുള്ളത് തുടക്കം മുതൽ ചർച്ചയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ അവസാന മണിക്കൂറിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തിലും വിലയിരുത്തുമ്പോഴും മനസ്സിലാക്കേണ്ടത്. 3-ലധികം സർവേകളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ താമര വിരിയുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്. അതിൽ ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, ഒപ്പം തന്നെ ടൈംസ് നൗ, ETGയുടെ സർവേ, ഇന്ത്യ TV, CNX, ABP, സി വോട്ടർ സർവേ, ഇവർ 4 പേരും നിലവിൽ പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി NDA ജയിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായും രാഷ്ട്രീയമായ തീരുമാനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രവചനത്തെ വിലയിരുത്തുകയാണെങ്കിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിനപ്പുറം കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെയും ഒപ്പം തന്നെ NDAയുടെയും ആത്മവിശ്വാസവും പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, തൊട്ടു പിന്നാലെ ആറ്റിങ്ങൽ, തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ ശുഭാപ്തി പ്രതീക്ഷയാണ് NDA ക്യാമ്പുകൾക്കുള്ളത്. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും അത്തരത്തിൽ ആത്മവിശ്വാസമാണ് ഉള്ളത്. അതുമാത്രമല്ല, നിരവധി തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും എത്തിയപ്പോൾ അവകാശപ്പെട്ടൊരു കാര്യമുണ്ട്. 2 അക്കം തൊടും ഇക്കുറി ലോക്സഭയിലേക്കുള്ള കേരളത്തിലെ NDA MPമാർ എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം, പ്രതീക്ഷ ഈ ഒരു എക്സിറ്റ് പോളിനപ്പുറം NDAയുടെ നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ 1 മുതൽ 3 വരെ എന്നതിനപ്പുറം കൂടുതൽ മണ്ഡലങ്ങളിൽ, കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ താമര വിരിയും, ഒപ്പം തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തങ്ങൾക്കാകും എന്നുള്ളൊരു പ്രതീക്ഷ NDAയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴ, പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, വയനാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ, ഒരുപക്ഷെ NDAയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ശുഭാപ്തി പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ആത്മവിശ്വാസമാണ് ഈ എക്സിറ്റ് പോൾ. ശനിയാഴ്ച എക്സിറ്റ് പോൾ വന്നു. ആ എക്സിറ്റ് പോളിന്റെ ഒരു ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്ന സ്ട്രോങ് റൂമിന്, അല്ലെങ്കിൽ ആ ഒരു വോട്ടുകൾ സൂക്ഷിച്ചിരിക്കുന്ന EVM മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് സമീപത്താണ് ഉള്ളത്. ഇവിടെയും അവസാനഘട്ട ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെ ജില്ലാ ഭരണാധികാരിയും ഒപ്പം തന്നെ ജില്ലാ വരണാധികാരിയുമായിട്ടുള്ള ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് ശേഷം സ്ട്രോങ് റൂമുകൾ തുറക്കും. സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞാൽ EVM മെഷീനുകൾ, പോസ്റ്റൽ വോട്ടുകളൊക്കെ തന്നെ എണ്ണാൻ തുടങ്ങും. 8 മണി 8:30 കൂടി ചിലപ്പോൾ ആദ്യ സൂചനകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും ശക്തമായൊരു മത്സരം ഇക്കുറി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇന്ന് ഒരുപക്ഷെ തലസ്ഥാനത്ത് എത്താനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ അവർ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം എക്സിറ്റ് പോളിനപ്പുറം പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തുകയാണെങ്കിൽ ചിത്രത്തിൽ LDF ഇല്ല എന്നുള്ളതാണ്. പന്ന്യൻ രവീന്ദ്രൻ 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം CPIയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ CPIന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നു. സ്വാഭാവികമായും കൂടുതൽ നേതാക്കന്മാർ, CPMന്റെയും CPIയുടെയും ഒക്കെ മുതിർന്ന നേതാക്കന്മാർ ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്ന ആറ്റിങ്ങലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ള വിമർശനങ്ങൾ
വിമർശനങ്ങൾ CPIയും ഒപ്പം തന്നെ LDFിലെ മുന്നണികളും ഒക്കെ തന്നെ ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒപ്പം ഭരണവിരുദ്ധ വികാരം അത് നന്നേ പ്രതിഫലിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറിലും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഒക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം വരുന്നത് ക്ഷേമ പെൻഷൻ എവിടെ എന്നുള്ളൊരു ചോദ്യമാണ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എവിടെ എന്നുള്ളൊരു ചോദ്യമാണ്, സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കേണ്ടേ, വിലക്കയറ്റം. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും പോലീസ് കേസുകളും EDയുടെ അന്വേഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വെല്ലുവിളി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലടക്കം പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലടക്കം നിലനിൽപ്പിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി കോൺഗ്രസിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പല മേഖലകളും സിറ്റിംഗ് MP ആയിട്ടുള്ള ശശി തരൂരിന്റെ പ്രവർത്തനം വളരെ മോശമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സാധാരണ ജനങ്ങളോടോ പ്രവർത്തകരോടോ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് പോലും വളരെ മോശമായി പ്രതികരിക്കുന്ന ഒരു നേതാവാണ് ശശി തരൂർ എന്നുള്ള വിമർശനങ്ങൾ വരുന്നു. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്പാനൂർ സതീഷ് അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ നീണ്ട വർഷത്തെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തന്നെ പാർട്ടി വിട്ട് BJPയിലേക്ക് എത്തിയതും. ഇതൊക്കെ തിരിച്ചടിയാകുമെന്നുള്ളൊരു സൂചനകൾ കോൺഗ്രസ് ക്യാമ്പുകൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. തീരദേശ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു NDAയുടെ പ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പൊഴിയൂരടക്കമുള്ള മേഖലകളിലേക്ക് രാജീവ് ചന്ദ്രശേഖർ നിരന്തരമായി എത്തുന്നു. അവരുടെ ആശങ്കകൾ, വീടുകളിൽ കടൽ കയറുന്ന ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുന്നു. തൊട്ടു പിന്നാലെ വലിയതുറയിലെ കടൽപ്പാലം ശരിയാക്കി നൽകുമെന്നുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. അങ്ങനെ ഓരോ സാധാരണക്കാരിലേക്കും ഇറങ്ങിയുള്ള NDAയുടെ പ്രവർത്തനം NDA ക്യാമ്പുകൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്നു എന്നുള്ള സവിശേഷതയും തിരുവനന്തപുരം നഗരത്തെ ഹൈടെക് ആക്കും, ഇനി കാര്യം നടക്കുമെന്നുള്ള ഒരു ആപ്തവാക്യവും ജനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ പറയാൻ കഴിയുക. ശാലിനി, ഈ വോട്ടെണ്ണൽ ദിവസത്തെ ക്രമീകരണങ്ങൾ ആരംഭിക്കാൻ കൂടി സമയമായി, അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തലുകളിലേക്കോ റിപ്പോർട്ടുകളിലേക്കൊക്കെ നമുക്ക് കടക്കേണ്ട സമയം കൂടിയായി എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടി ലക്ഷ്മി, നാളെ രാവിലെ 7 മണിയോട് കൂടിയാണ് ഔദ്യോഗികമായി ഈ ഒരു വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. അതിനു മുൻപ് 7 മണിയോട് കൂടി തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ EVM മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് നൽകാൻ കഴിയും. കാരണം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനത്തിലാണ് സ്ട്രോങ് റൂമുകൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസമായി ഈ സ്ട്രോങ് റൂമുകളിലാണ് EV മെഷീനുകൾ അടക്കം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പ്രത്യേകമായി തിരിച്ചിട്ടുള്ള മാറിവാനിയസ് കോളേജിന് സമീപത്തുള്ള അതിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം ഈ വോട്ടെണ്ണലിന് ജില്ലാ ഭരണകൂടം സുസജ്ജമെന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ മുന്നൊരുക്കങ്ങളും നടപടികളും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്തിരുന്നത്. 2 ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിൽ 14 നിയമസഭാ മണ്ഡലങ്ങളായി 14 ഉപവരണാധികാരികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ഈ മാറിവാനിയസ് കോമ്പൗണ്ടിലെ 11 ലൊക്കേഷനുകളിലായി 16 സെന്ററുകളിലാണ് ആറ്റിങ്ങൽ, തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലങ്ങളിലെ EVM, പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ത്രിതല പോലീസ് ബന്ദോബസ്ത് സംവിധാനമുള്ള കേന്ദ്രങ്ങളെല്ലാം തന്നെ CCTV നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വോട്ടെണ്ണലിനായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് 3 ഘട്ടങ്ങളിലായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അറിയാൻ പോകുന്നത് എപ്പോൾ ഈ പെട്ടികളെല്ലാം പുറത്തേക്ക് ഇറക്കും, ഒപ്പം തന്നെ അതിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കും എന്നുള്ളതാണ്. ഒക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തിലെ നേമം, കഴക്കൂട്ടം ഒഴികെ മറ്റെല്ലാ LA സെഗ്മെന്റുകൾക്കും 14 കൗണ്ടിംഗ് ടേബിളുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നേമം, കഴക്കൂട്ടം LCകൾക്ക് 12 ടേബിളുകൾ വീതമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ LCകൾക്കും 14 കൗണ്ടിംഗ് ടേബിളുകൾ വീതം സജ്ജീകരിച്ചിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് ആറ്റിങ്ങൽ മണ്ഡലത്തിനായി 38ഉം തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി 34 ടേബിളുകൾ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. സർവീസ് വോട്ടുകൾ സ്കാൻ ചെയ്യുന്നതിനായി 2 ലോക്സഭാ മണ്ഡലങ്ങൾക്കും 10 വീതം ടേബിളുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കൗണ്ടിംഗ് നടപടിക്രമങ്ങൾ വീക്ഷിക്കാൻ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് എല്ലാ കേന്ദ്രങ്ങളിലും സ്ഥലവും ക്രമീകരിച്ചിട്ടുണ്ട്. VVPAT സ്ലിപ്പുകൾ എണ്ണുന്നതിന് ഓരോ LA സെഗ്മെന്റിനും 1 എന്ന രീതിയിലാണ് 14 VVPAT കൗണ്ടിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വീക്ഷിക്കാൻ
ബൂത്ത് ഏജന്റുമാർക്കൊക്കെ കഴിയുമെന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഇരിപ്പിടങ്ങൾ, ഒപ്പം തന്നെ ഫയർഫോഴ്സ്, അഗ്നിരക്ഷാ സേന അങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. ആ ഒരു ആവേശം ഒരുപക്ഷെ നാളെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതിനുശേഷം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ അല്ലെങ്കിൽ ഓരോ സാധാരണക്കാരന്റെ വോട്ടവകാശം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പെട്ടികൾ കൂടി പുറത്തേക്ക് ഇറക്കുന്ന ആ ഒരു കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധ നൽകുന്നതും എക്സിറ്റ് പോൾ ഫലങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ ആകാംക്ഷ NDA ക്യാമ്പുകൾക്കും പ്രതീക്ഷകൾ നൽകുന്നത് കൂടിയാണ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ വിജയം എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ. എന്തായാലും കാത്തിരിക്കാൻ ലക്ഷ്മി. ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം അവസാന ഘട്ടത്തിലാണ്. നാളെ രാവിലെ 7 മണിയോടുകൂടി നടപടിക്രമങ്ങൾ ജില്ലാ വരണാധികാരിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ഞാൻ നിൽക്കുന്ന ഈ മാർവാനീസ് കോമ്പൗണ്ടിലെ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുകയും ചെയ്യും. ലക്ഷ്മി. യെസ്.